നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിലും പള്ളിപ്പെരുന്നാളുകളും ഉത്സവം വരുമ്പോഴത്തേനാണ്. അന്നൊക്കെ ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ ആണെന്ന് ഏറെക്കുറെ 12 മണി കഴിയും ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ. പള്ളിയിൽ മാത്രമാണ് ഏറെക്കുറെ 12 ആകുമ്പോൾ തീരുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ പോന്നിട്ടിരിക്കുന്നത് എന്റെ ചെറുപ്പത്തിലൊക്കെ വെളുപ്പിനെ 5 മണിക്കൊക്കെ ഞാൻ പോന്നിട്ടുണ്ട്. കാരണം നേരം വെളുത്ത് വെട്ടം വീണിട്ട് ബാല തീർന്ന സമയമൊക്കെ ഉണ്ട്. കാരണം ബാലയൊക്കെ തുടങ്ങുന്നത് ഒരുപാട് സമയം. എന്റെ തൊട്ട് സമീപത്തുള്ള മീനട ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ നാടകമൊക്കെ നടന്ന് ഏറെക്കുറെ 2 മണി 3 മണി അല്ലെ 4 മണിയൊക്കെ ആവും വീട്ടിൽ വരുമ്പോഴത്തേന്. അതുപോലെ എന്റെ ക്ഷേത്രമായ എറികാട് ക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ ബാലയൊക്കെ നടന്ന സമയത്ത് ഏറെക്കുറെ ഒരു ബസ് പോകുന്ന സമയത്ത് വരെ ബാല നടന്നിട്ടുണ്ട്. അന്നൊക്കെ ക്ഷേത്രങ്ങളിലെ ആ അന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് നല്ല സുന്ദരമായ ഒരു കാലമാണ്. ഇപ്പോഴും എന്റെ മനസ്സിലും അതുപോലെ നിങ്ങളുടെയൊക്കെ മനസ്സിലും കാരണം അതൊക്കെ ഒരു നല്ല കാലമായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോകാൻ നമുക്ക് പേടി വരുന്നു. കാരണം എന്താണെന്നറിയോ? പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയി കുമരകത്ത്. അപ്പൊ അവിടെ കണ്ട ഒരു കാഴ്ചയാണ്. ഏറെക്കുറെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആക്കിയില്ല. അവർ ധൃതി വെച്ചാ ഗായകരൊക്കെ ഓരോ പാട്ടുകളൊക്കെ ധൃതി വെച്ചാ പാടിക്കൊണ്ടിരിക്കുന്നത്. സമയം എന്താണെന്ന് പറയാം, 10:30 പരിപാടികളെല്ലാം നിർത്തിവെക്കണം. ഇപ്പൊ ക്ഷേത്രങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളിൽ തന്നെ അല്ല, മിക്ക സ്ഥലങ്ങളിലും ഈ പൊതുവായിട്ട് പരിപാടികളെല്ലാം 10:30 നിർത്തിവെക്കണം. അതിനുവേണ്ടി പോലീസ് അധികാരികളാണ് ഏറ്റവും കൂടുതൽ, അവർക്കാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ. അമ്പലത്തിലെ കമ്മിറ്റിക്കാരെക്കാട്ടിലും ഒന്നും അല്ല അവർക്ക് പ്രശ്നം, പോലീസ് അധികാരികൾക്കാണ്. അവരന്നേരം തന്നെ ഓടി വന്ന് പെട്ടെന്ന് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ്. 10:30 ആയപ്പോഴത്തേന് അപ്പോൾ അവിടെയെല്ലാം കാവല് നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത്, വഴിയിലല്ല കോമ്പൗണ്ടിന്റെ അകത്ത് നടക്കുന്ന പരിപാടിയിലേക്ക് വന്ന് കയറുമ്പോൾ ഏതാണ്ട് വലിയ കൊലപാതക കേസിലെ പ്രതിയെ വന്ന് പിടിക്കുന്ന പോലെയാണ് ഇവർ പരിപാടി അവരോട് ആവശ്യപ്പെടുന്ന പരിപാടി നിർത്തിവെക്കാൻ പറയുന്നത്. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ഒരു കുട്ടി പാടുമ്പോഴത്തേന് ആ പരിപാടി പോലീസ് അധികാരികൾ വന്ന് നിർത്തിവെപ്പിച്ചു. ആ കുട്ടി നിങ്ങളറിയാം, പേടിച്ച് വിറച്ചാണ് ആ കുട്ടി ആ പരിപാടി അവിടെ വെച്ച് നിർത്തിവെപ്പിച്ചത് പോലീസ് അധികാരികളെ കണ്ടുകൊണ്ട്. അപ്പം അവരെ കാണിക്കുന്ന ആവേശം നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഉത്സവ സ്ഥലങ്ങളിലും അതുപോലെ ഈ പള്ളിപ്പെരുന്നാളുകളിലും ഒക്കെ അല്ലേ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്ക് കൂടുതൽ ഇതിൻ്റെ അകത്ത് ഇത്ര ശ്രദ്ധ വരുന്നത്. കാരണം അമ്പലത്തിന്റെയും പള്ളിയുടെയും ഭാരവാഹികൾക്ക് ഇല്ലാത്ത ഒരു ഉത്കണ്ഠയാണ് പോലീസ് അധികാരികൾക്ക്. അപ്പൊ എന്തുകൊണ്ട് ഇവര് മറ്റുള്ള കേരളത്തിൽ നടക്കുന്ന ഇതുപോലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളിലൊന്നും ഇവർ ഈ ആവേശം കാണിക്കാത്തത്? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഗാനമേള നടന്നുകൊണ്ടിരുന്ന സമയത്ത് പരിപാടി വന്ന് അവർ നിർത്തിവെപ്പിച്ചു. അപ്പം ഗായകർ സംബന്ധിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പള്ളികളിലെ പോലെയല്ല. പള്ളികളിലൊക്കെ നേരത്തെ സന്ധ്യയോടുകൂടി അവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം തീരും. അമ്പലത്തിൽ അങ്ങനെയല്ല. അമ്പലത്തിൽ ദീപാരാധനയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഏറെ സമയമെടുക്കും. അതെല്ലാം തുറന്ന് അല്ലെങ്കിൽ അതിന് ചെറിയ എന്തെങ്കിലും സമ്മാനദാനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സമയം നീണ്ടുപോകും. ഒരു 9 മണിയെങ്കിലും ആവും, ഏറെക്കുറെ 8-9 ആവും ഒരു പരിപാടി തുടങ്ങുമ്പോൾ. ഈ ഒരു പ്രോഗ്രാമിന് ഏകദേശം എത്ര രൂപ ചെലവ് വരുമെന്ന് ഇവർക്ക് ആർക്കെങ്കിലും അറിയോ? ഏറെക്കുറെ 1 ലക്ഷം രൂപ തൊട്ട് 1.5 ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ടാണ് ഓരോ പ്രോഗ്രാമിന്റെയും നല്ല ഒരു പ്രോഗ്രാമിന്റെ ചെലവ് വരുന്നത്. ഈ ഇത്രയും പൈസ മുടക്കിയിട്ട് അവർ 2-3 അവരുടെ കുഴപ്പമില്ല, ക്ഷേത്രത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് മാത്രമേ ഇപ്പം ദീപാരാധന നടക്കുന്ന സമയത്ത് പ്രോഗ്രാം നടത്താൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് വേദി കിട്ടത്തുള്ളൂ. അവർക്ക് വേദി കിട്ടുമ്പോഴത്തേന് അവർ 3-4 പാട്ട് പാടുമ്പോഴത്തേന് 10:30 ആവും. അന്നേരം തേണ്ടി ഇവരെ ഇറച്ചി വന്നിട്ട് പരിപാടി നിർത്തിവെക്കും. ഇങ്ങനെ വരും തോറും ഓരോ വർഷങ്ങളിൽ ചെല്ലും തോറും ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊന്നും നടത്താൻ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ആരും തയ്യാറാകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പക്ഷത്തിലൊന്നാണ് നമുക്ക് ക്ഷേത്രത്തിലൊരു ഉത്സവമുള്ളത്. നമ്മുടെ ക്ഷേത്രത്തിലാണെങ്കിലും നമ്മുടെ പള്ളിയിലാണെങ്കിലും ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഒരു ഇത് വരുന്ന വർഷത്തിലൊന്നാണ് വരുന്നത്. ആ സമയത്ത് നല്ലൊരു പ്രോഗ്രാം എല്ലാവരും കൂടെ പിരിവിട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രാം അവിടെ ആരെങ്കിലും സ്പോൺസർ ചെയ്തൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് ക്ഷേത്രങ്ങളിലെ പരിപാടികളും അതുപോലെ പള്ളിയിലെ ഇങ്ങനത്തെ പെരുന്നാളും കാര്യങ്ങളൊക്കെ. അതിന് ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ വന്നു കഴിയുമ്പോഴത്തേന് ഇനി ഈ കലാപരിപാടികളൊന്നും ആരും ബുക്ക് ചെയ്യാൻ തയ്യാറാകത്തില്ല. കാരണം എന്തിനാ ഈ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുത്ത ഓരോ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തു നമുക്കൊന്ന് ആസ്വദിക്കാനോ ഒരു 2-3 പാട്ട് കഴിയുമ്പോഴത്തേന് പരിപാടി പോലീസ് അധികാരികളൊന്ന് നിർത്തിവെപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം ഇപ്പൊ മിക്ക ക്ഷേത്രങ്ങളിലും പരിപാടികൾ കുറച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, ഒരുപാട് കലാകാരന്മാരുടെ ജീവിത മാർഗമാണ് ഈ നിങ്ങളുടെ ഈ തോന്നിവാസം കൊണ്ട് മുട്ടുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തോന്നിവാസ നിയമമുള്ള സ്ഥലം കേരളത്തിലാണ്. ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പൊ
വഴിയെ പോകുന്ന ആൾക്കാരെ ഓടിച്ചിട്ടാണ് പോലീസ് പിടിക്കുന്നത്. ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഒരിടത്തും മനുഷ്യൻ ഹെൽമെറ്റ് വെക്കുന്നില്ല, അവർ ഉപയോഗിക്കുന്നുമില്ല, ഒന്നുമില്ല. ടൗണുകളിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോള് പഠിക്കുന്ന ആന്ധ്രയിലാണ്, ഞാൻ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരിടത്ത് പോലും പോലീസ് അധികാരിയുടെ മുന്നിൽ കൂടെ ആൾക്കാർ പോകുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത്. അപ്പൊ ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസുകാരൻ പൈസ കൊടുക്കണ്ട, അതല്ലേ ഉള്ളൂ. അല്ലാതെ ഈ പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ച് ഇവർ എന്തുമാത്രം നിയമങ്ങൾ ഇവിടെ കർശനമാക്കുന്നു, അത്രയ്ക്കും ഈ നിയമം ധിക്കരിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട മൂന്നാർ വഴി കാറിന്റെ മുകളിൽ കയറിയെന്ന് യാത്ര ചെയ്ത് പോകുന്നത്, അന്ന് പിടിച്ച് ഭയങ്കര ശിക്ഷ കൊടുത്തുന്നത് എവിടെ? പിന്നെ ഇത് ആവർത്തിക്കുന്നു. അതുപോലെ ടൂ വീലറിൽ എത്ര പേരാ പോകുന്നത്? 3 പേര് പോകുന്നുണ്ട്, 4 പേര്, പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ള നിയമം ലംഘിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നത്. അതൊക്കെ ഇതുപോലുള്ള കർശന നിയമങ്ങൾ, ഇപ്പൊ ഒരു പള്ളി പെരുന്നാളെ അല്ല ഒരു അമ്പലത്തിലെയൊക്കെ ഉത്സവങ്ങൾ വരുമ്പോഴാണ് മനുഷ്യർ ശരിക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതിന് പോലും അവസരം കൊടുക്കാതെ അന്ന് ഇങ്ങനെ വന്ന് വേണം. ഒറ്റ കുട്ടികൾ ഈ കേരളത്തിൽ നിൽക്കുന്നില്ല, കാരണം അവരെല്ലാം വിട്ടുപോവുക. ഏതെങ്കിലും ഒരു ടൂർ പോലെ ബാംഗ്ലൂർ പോയി അല്ലെ ഗോവയിൽ പോയി അവരൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടം വിട്ടു പോവുകയാണ്. ഒരിടത്തും ഒരു കടകളിൽ കച്ചവടം ഇല്ല, ഒരു ഹോട്ടലിൽ കച്ചവടം ഇല്ല, ഒരിടത്ത് ഈ പോലീസിന്റെ ഇങ്ങനത്തെ നിയന്ത്രണങ്ങൾ കാരണം ഒരിടത്തും രക്ഷയില്ലാതിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഒരു കട്ടായം കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തിരുവുത്സവമായിരുന്നു. അവിടെ കേരളത്തിന്റെ പ്രിയ വാനമ്പാടി ചിത്രയുടെ സംഗീത വിരുന്നായിരുന്നു. ആ ചിത്ര വന്ന സമയവും ആ പ്രോഗ്രാം നടന്ന സമയം നിങ്ങൾക്കറിയോ? 10 മണിക്ക് ശേഷമാണ് അവിടുത്തെ പ്രോഗ്രാം നോട്ടീസിലെ പേര് വെച്ചിരിക്കുന്നത്. 10 മണിക്ക് ശേഷം. ആ പരിപാടി നടന്നത് 10:30, അത് തീർന്നത് 12 മണിക്ക്. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ പ്രോഗ്രാം നടത്തിയത്. അത് കേരളത്തിലല്ലേ? അതുപോലെ ഈ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ നടന്ന കാര്യമാണ്. അപ്പൊ ഇതിന്റെ വിശദവിവരം എനിക്കറിയത്തില്ല. പോലീസ് അധികാരികൾ അങ്ങോട്ട് ചെന്നിട്ട് ഏതാണ്ട് ക്രിമിനൽ കുറ്റം ചെയ്ത പോലെ അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് ചെന്നിട്ട് നിർത്തിവെപ്പിക്കാൻ. ആർക്ക് ശല്യമില്ലാതെ ഒരു ഗ്രൗണ്ടിൽ അവിടെ എന്തെങ്കിലും അക്രമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടപെട്ടാൽ പോരാ. അല്ലാതെ ഇങ്ങനെ പിള്ളേർ അവിടെ തുള്ളുകയോ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നതിന് അവരെ അങ്ങോട്ട് ചെന്ന് നിയന്ത്രിക്കുന്ന എന്ത്? ഇങ്ങനെ ഓരോ പരിപാടിക്കും നിങ്ങളുടെ നിയന്ത്രണം കൂടുന്നതനുസരിച്ച് കേരളത്തിൽ ഒറ്റ ചെറുപ്പക്കാരെങ്കിലും ഇവിടെ നിൽക്കാൻ തയ്യാറാവുന്നുണ്ടോ? കാരണം അത്രയ്ക്കും അവർ സഖി കെട്ട് നിൽക്കുകയാണ് നിങ്ങളുടെയൊക്കെ ഓരോരോ നിയമങ്ങൾ കൊണ്ട്. നിങ്ങൾ ഇതൊന്ന് കാണുക. അപ്പൊ നിങ്ങൾ ഇത് കണ്ടല്ലോ. ഇനി ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കാഴ്ച കൂടെ കാണാം. പോലീസ് അധികാരികൾ ചിത്രചേച്ചിയെ കൊണ്ടുവരുന്ന കാഴ്ച കൂടെ കാണാം. 7:30 പൊന്നാന പുറത്തെഴുന്നള്ളുന്ന തിരുവേറ്റുമാനൂരപ്പന്റെ ദർശന സായുജ്യം നേടി ഒരു ജന്മസുഹൃതമായി ആ തിരുമുമ്പിൽ സംഗീതാർച്ചന നടത്തുവാനായി ഉത്സവമേളങ്ങളുടെ 9ാം നാൾ പള്ളിവേട്ട ദിവസം മാർച്ച് 7-ാം തീയതി ഞാനും എത്തുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കണ്ടല്ലോ, ചിത്രചേച്ചിയെ പോലീസ് അധികാരികൾ 10 മണിക്ക് ശേഷമാണ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അവിടെ ഈ നിയമം ബാധകമല്ല. അതുപോലെ വലിയ വലിയ റിസോർട്ടുകൾ, കുമരകത്തൊക്കെ റിസോർട്ടുകളിൽ പുലർച്ചെ വരെ DJ പാർട്ടികളുണ്ട്. എറണാകുളത്ത് വലിയ വലിയ ഹോട്ടലുകളിൽ DJ പാർട്ടികൾ നടക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും ഈ ഏമാമാര് കയറത്തുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സല്യൂട്ട് അടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവരാരും കയറാത്തത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഈ ഒരു പോലീസിന്റെ ഇതുപോലെയുള്ള പരിപാടി നിർത്തിവെപ്പിച്ചത് ഒരു കൊച്ചു കലാകാരിയുണ്ട്, ഗംഗാ ശശിധരൻ. അപ്പം ആ കൊച്ചിന്റെ ഒരു അഭിപ്രായം കൂടെ കേട്ടു നോക്കാം. വിഷമമായോ കനഞ്ഞാന്ന്? ആയോ? പേടിച്ചായിരുന്നോ? പോലീസുകാർ തടഞ്ഞപ്പോ വിഷമമായോ? പോലീസുകാർ തടഞ്ഞപ്പോ വിഷമമായിരുന്നോ? പേടിച്ചായിരുന്നോ? ആദ്യം ഒന്ന് ചെറുതായിട്ടല്ലേ? എന്തുവാ സംഭവം നമുക്ക് അറിയത്തില്ലായിരുന്നു, അല്ലയോ? ആ മുഖത്തെ ഭാവം അതായിരുന്നു മോളെ. പേടിച്ചായിരുന്നോ? ആണല്ലേ? പേടിച്ചല്ലേ? ഇവിടെ ഒന്നും പേടിക്കണ്ട കേട്ടോ. ഇവിടെ നല്ല ഈ കൊച്ചു കലാകാരിയുടെ മുഖത്തെ പേടി കണ്ടോ? എന്ന് പറഞ്ഞ പോലെ ഓരോ ക്ഷേത്രത്തിലും പരിപാടികൾ അവതരിപ്പിക്കാനും പരിപാടികൾ നടത്താനും ആൾക്കാർക്ക് പേടി വരുന്ന ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയമങ്ങൾ കർശനമാകുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരുപാട് കലാകാരന്മാരുടെ കണ്ണീരിന്റെ വില നിങ്ങൾ അറിയും. അവരൊക്കെ എന്തുമാത്രം ഒരു ഉത്സവവും പെരുന്നാളെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ ജീവിതമാണ് നിങ്ങൾ ഈ വഴിമുട്ടിക്കുന്നത്. ഈ 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇതൊക്കെ നിർത്തി വെച്ച് കഴിയുമ്പോഴത്തേന് ഇവരൊക്കെ ആ ഒരു ഉത്സവമൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാരുടെ കുടുംബങ്ങൾ കഴിയുന്നുണ്ട്.
അവരെല്ലാം ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? മീഡിയ പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കണം, പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്.